ഹലോ എവ്രി വൺ, ദിസ് ഈസ് അൻസി പി എം. ഇതെൻ്റെ റാൻഡം വ്ളോഗാണ്. ഞാൻ ഇതിന് മുൻപേ വ്ളോഗ് എടുത്തിട്ടൊന്നും എനിക്ക് പരിചയമില്ല. തീരെ വോയിസ് ഓവർ ചെയ്തിട്ട് എനിക്ക് ഒട്ടും പരിചയമില്ല. ഞാനും അമ്മയും ഇന്ന് സാൻഡ് ബാങ്ക്സിലേക്ക് പോകണം. ഞങ്ങളുടെ നാട്ടിലൊരു കല്യാണം ഉണ്ടായിരുന്നു. കല്യാണം സാൻഡ് ബാങ്ക്സിനടുത്തുള്ള ഓഡിറ്റോറിയത്തിലായിരുന്നു. കല്യാണം കഴിഞ്ഞ് ഞങ്ങൾ നേരെ സാൻഡ് ബാങ്ക്സിലേക്ക് പോകുന്ന വഴിക്ക് എൻ്റെ കസിൻ്റെ വീട് അവിടെയാണ്. അവൻ്റെ അമ്മേൻ്റെ വീട്ടിൽ കയറിയിട്ട് ഞാനും അമ്മയും ഫസ്റ്റ് എന്താക്കി നേരെ സാൻഡ് ബാങ്ക്സിലേക്ക് വിട്ട്. ഞങ്ങളുടെ ബാക്കിൽ ഉഷയിച്ച് ഞങ്ങളുടെ നെയ്ബറായിരുന്നു. അവരും കൂടി പോയിട്ട് സാൻഡ് ബാങ്ക്സിലെത്തിയിട്ട് ഞങ്ങൾ ഉള്ളിൽ കയറി. എൻട്രി ഫീസ് അഡൾട്ടിന് 10 രൂപയും ചൈൽഡിന് 5 റുപ്പീസുമാണ്. നമുക്ക് എത്ര നേരം വേണമെങ്കിലും ഇവിടെ സ്പെൻഡ് ചെയ്യാം. ഇവിടെ കുട്ടികൾക്ക് കളിക്കാൻ പാർക്കൊക്കെ ഉണ്ട്, ഊഞ്ഞാൽ, അതുപോലത്തെ സ്ലൈഡ്, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. ഒരു സൈഡിൽ പുഴയും മറ്റേ സൈഡിൽ കടലുമാണ് ഇവിടുത്തെ പ്രത്യേകത. നല്ലോണം മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടു നടക്കുന്നൊരു പാർക്കാണിത്. പാർക്കിൽ കയറി ഞാൻ വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുന്നൊരു 2 ആൾക്കാരുണ്ട് ഊഞ്ഞാലാടുന്നു. അമ്മ വിഷയിച്ച് എൻ്റെ നെയ്ബറാണ്. നല്ല രസമുണ്ടായിരുന്നു അവിടുത്തെ വ്യൂ ഒക്കെ കാണാൻ. ഒരു സൈഡിൽ കാട്ടിൽ, ഈ സൈഡിൽ ഇപ്പോൾ ഇറങ്ങാനുള്ള റെസ്ട്രിക്റ്റഡ് ആക്കി. മുന്നേ ഇവിടെയൊക്കെ നല്ലോണം ഇറങ്ങായിരുന്നു. ഇപ്പോൾ എന്താക്കി റെനോവേറ്റ് ചെയ്ത് അവിടെയൊക്കെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. മുന്നേ ഞങ്ങൾ പണ്ട് കടലിലൊക്കെ ഇറങ്ങി കുറേ നേരം കളിച്ച് നടന്നിട്ടൊക്കെയാണ് വരുന്നത്. ഞാനിവിടെ വന്നിട്ട് ഇപ്പോൾ കുറേ കാലങ്ങളായി. മുന്നൊക്കെ എന്നാലും ഞാൻ വരാറുണ്ട്, 1 വർഷത്തിൽ 2-3 വർഷം. ഇതിപ്പോൾ കുറേ വർഷത്തിന് ശേഷം ഞാനിതിപ്പോൾ ഇവിടെ വന്നത്. ഞങ്ങളിപ്പോൾ സൺബാൻസിലുള്ളത് എന്തെങ്കിലും പറ. സൂപ്പറായിട്ട് ഇവിടെ നല്ല അടിപൊളി കാറ്റാണ്. കടലിൻ്റെ കാറ്റ് നല്ല ചിലപ്പോൾ ഇങ്ങനെ വെള്ളം ഇങ്ങനെ ചെറുതായിട്ട് തെറിക്കുന്നത് സ്പ്രേ ചെയ്യുന്ന പോലെ. അതൊക്കെ എന്ത് രസമാണ്. എന്താണ് ഇങ്ങനത്തെ ഒരു ജീവിതത്തിനോട് പറയാനുള്ളത്? ഇങ്ങനെ അപ്പോൾ പുറമൊക്കെ അടിച്ചു പൊളിക്കുക, കൂട്ടുകാരുടെ കൂടെ ഇങ്ങനെ ഇടക്കൊക്കെ പോകണം, അടിച്ചു പൊളിക്കുക, ഫ്രീയാകുന്ന ടൈമിൽ വെറുതെ പഴയ കാര്യങ്ങളും സങ്കടങ്ങളും വിഷമവും അതൊക്കെ എല്ലാം കൊണ്ടുപോകും. അതൊന്ന് ആലോചിച്ചിട്ട് നമ്മുടെ മനസ്സ് പുണ്ണാക്കിയിട്ട് എന്ത് കാര്യമാണ്. സമയം ഒരു അരമണിക്കൂർ ഏതൊക്കെ ദിവസം കിട്ടുമെങ്കിൽ ആ സമയത്ത് എല്ലാവരും കൂടി വരിക. ഇതുപോലെ വലിയ പൈസ ചിലവാക്കി ഒരുപാട് വലിയ സ്ഥലങ്ങളിൽ പോകണം അങ്ങനെയൊന്നല്ല. ചെറിയ പൈസ നമ്മുടെ അടുത്ത് എത്രയോ സ്ഥലങ്ങളുണ്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. അവിടെയൊക്കെ പോവുക, കുറച്ച് സമയം ഇരിക്കുക. ഇതുപോലെ ടെൻഡൻസ് വന്നപ്പോൾ ഇപ്പോൾ എന്താ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു സന്തോഷമുണ്ട് മനസ്സിൽ. കുറേ സമയം ഇങ്ങനെ കഴിഞ്ഞ് വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ നമുക്ക് നമ്മുടെ ടെൻഷനെല്ലാം മാറിയിട്ടുണ്ടാവും. ഇപ്പോൾ നമ്മുടെ മൂഡ് നന്നാവും, അന്നത്തെ ദിവസവും ഹാപ്പിയാവും. അങ്ങനെ എല്ലാവരും അതിനു വേണ്ടി സ്വയം സന്തോഷം കണ്ടെത്തുക. അല്ലാണ്ട് ആരും അതില്ല സന്തോഷത്തിനെ കുറ്റം അങ്ങനെ എന്നാലും പറയുമോ. നമുക്കുള്ള സന്തോഷം ചെറിയ രീതിയിലാണ് നമ്മൾ സന്തോഷിക്കുക, ആസ്വദിക്കുക, എൻജോയ് ചെയ്യുക, മുന്നോട്ട് പോവുക. ഇപ്പം വരാൻ കാരണം അടുത്തൊരു കല്യാണമുണ്ട്. കല്യാണത്തിന് വന്ന് ഇവിടെ വരണം സാൻഡ് ബാങ്ക്സിൽ. അങ്ങനെ ഇവിടെ വന്നു. എനിക്ക് കുട്ടികൾ കളിക്കുന്ന കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ 2 കുട്ടികളുണ്ടായിരുന്നു, നല്ലോണം അർമാദിച്ച് കളിക്കുന്നു. അവരെ പാരൻസ് ഉണ്ടായിരുന്നു, പാരൻസ് അവരെ നോക്കുന്നുണ്ട്. പക്ഷേ അവർ റെസ്ട്രിക്റ്റ് ഒന്നും ചെയ്തില്ല. അവരവരുടെ ഇഷ്ടത്തിന് കളിക്കട്ടെ, ഞങ്ങളിവിടെ ഉണ്ട് എന്നുള്ള രീതിയിൽ. ഒരു കുട്ടി അത് ആ കട്ടെന്നും മലർന്നും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇങ്ങേപ്പുറത്തൊരു കുട്ടി ഞാനിവിടുന്ന് കളിക്കട്ടെ, നിങ്ങളെന്തോ ചെയ്യുന്നുള്ള രീതിയിൽ. നല്ല രസമല്ലേ ഇങ്ങനെ കളിക്കുന്ന കാണാൻ. നമ്മൾ എൻജോയ് ചെയ്യേണ്ട പ്രായത്തിൽ എൻജോയ് ചെയ്യണം. പിന്നെ വലുതായ നമുക്കിങ്ങനെയൊക്കെ എൻജോയ് ചെയ്യണമെന്ന് തോന്നുന്നല്ല. ആ ടൈമിൽ നമുക്ക് 100 റെസ്പോൺസിബിലിറ്റി ഒക്കെ അല്ലെ പല കാര്യങ്ങൾ അച്ചീവ് ചെയ്യാനുണ്ടാവും. ഇങ്ങനെ ഓടിച്ചാടി നടന്നത് തുമ്പിയെ പോലെ പറഞ്ഞ് കളിക്കാനൊന്നും സമയം ഉണ്ടാകില്ല. ഞാൻ എൻ്റെ പാരൻസിൻ്റെ അടുത്ത് പറയും, നിങ്ങൾ പണ്ടൊന്നും എൻജോയ് ചെയ്തിട്ടില്ലല്ലോ, ഇപ്പോൾ മാക്സിമം എൻജോയ് ചെയ്യണം. ഞാൻ എൻ്റെ അമ്മേനെ എൻ്റെ ലൈഫിൽ നല്ലോണം മാറ്റിയിട്ടുണ്ടായിരുന്നു. അമ്മയൊക്കെ ഇപ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. എനിക്ക് കൂടുതൽ കാര്യമൊന്നും ഈ വ്ളോഗിൽ ഉൾപ്പെടുത്താനോ അല്ലെങ്കിൽ സംസാരിക്കാനോ പറ്റിയിട്ടില്ല. കുറഞ്ഞ സമയം കൊണ്ടൊരു കുട്ടി വ്ളോഗാണിത്. So I am winding up this vlog. See you on until next vlog. Bye bye.